നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധിയും പാറും എന്നെ ഇവിടെ നിന്ന് വിടില്ല. അതിന് ചേച്ചി ക്ഷേത്രത്തിൽ പോയിരിക്കാം. അതെന്നോട് പറഞ്ഞില്ലല്ലോ. ഏട്ടൻ ഉറക്കായതുകൊണ്ട് ഉണർത്തണ്ടെന്ന് കരുതി കാണും. ഏട്ടന്റെ കാര്യങ്ങളൊക്കെ അമ്മയാ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയേ. അപ്പൊ നിധിയെ പേടിക്കണ്ട. ഇനി പാറുവിനെ കൂടി വിട്ടിച്ചാൽ എനിക്ക് നിന്റെ കൂടെ കൊച്ചാപ്പൂനെ കാണാൻ വരാം. അതിന് ഏട്ടന് യാത്ര ചെയ്യാൻ പറ്റൂ? പിന്നില്ലേ, പറ്റും. എനിക്കൊരു കുഴപ്പമില്ല. വാക്കിംഗ് സ്റ്റിക്ക് കുത്തി നല്ല അസലായിട്ട് നടക്കും. ഞാനൊന്ന് ഫ്രഷായി റെഡിയായിട്ട് വരാം. എന്നാ പിന്നെ ഞാൻ റെഡിയായിട്ട് വരാട്ടാ. പോകൂ. നിധി ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോ എന്നെ കാണാതെ വിഷമിക്കും. അവളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. മൊബൈലിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലോ? വേണ്ട. മെസ്സേജ് കണ്ട ഉടനെ വഴക്കുറാനായിട്ട് വിളിക്കും. അവളെ അറിയിക്കാൻ വേറെന്താണ് ഒരു വഴി? ആ നിധി, ഞാൻ പ്രണവന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവുക. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഉടനെ വരും. എന്താ ഇത്? ഒന്നുമില്ല. നീ കത്ത് തുറന്നു നോക്കാതെ പടക്കെ അതിനകത്തേക്ക് പോയി. പെട്ടെന്ന് തേയിടാ. കഴിഞ്ഞു. ഓ, ചേച്ചിക്കുള്ള ലവ് ലെറ്റർ ആണോ? ആ മൊബൈലും കൂടെ എടുക്ക. ഇവിടെ എങ്ങും ആരുമില്ല. മുങ്ങാൻ പറ്റിയ സമയമാണ്. നീ വേഗം വണ്ടി എടുക്ക. വേഗം പോടാ. ഗൗതം, എവിടെ പോടാ? അത് ഞാൻ വീടിന് പുറത്ത് വെറുതെ നടക്കാൻ. ഓ, അതെ, ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഏട്ടനെ നേർവഴിക്ക് നടന്നു. എങ്കിൽ ഈ നടപ്പ് മഹാകുളമാവും. പ്രണവേട്ടന് എന്നെ നേർവഴിക്ക് നടക്കാൻ അറിയില്ല. അപ്പോഴാ ഗൗതമേട്ടനെ നടത്താൻ പോണത്. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. എടാ, നിധി വന്നിട്ട് നടന്നാ പോരാ? പോരാ പോരാ,
വെറുതെ ഇരുന്നിട്ട് ഗ്യാസ് കയറി ഒന്ന് നടന്നാലും ശരിയാവും അല്ലടാ. ആ എന്തേ സൂക്ഷിച്ചോണ്ട് ഇവനെ. ശരി വാടാ. വാ. ഗൗതമേണ്ണൊന്ന് നിന്നേ. ഗൗതമേണ്ണ നടത്തിക്കാൻ ഞാനും വരുന്നുണ്ട്. അയ്യോ. നടക്ക്. എടി യമനി, നീ ആ ചെയറെടുത്ത് പോർച്ചിന്റെ സൈഡിലോട്ട് നിട്ടെ. അതെന്തിനാ? ഏട്ടൻ അവിടെ വരെ നടന്നു കഴിയുമ്പോ ക്ഷീണിക്കും. അപ്പൊ ഒന്ന് ഇരിക്കണ്ടേ? ഓക്കെ, വളരെ രസകരമായ ആചാരം. ആ എവളെ വെട്ടിച്ച് മുങ്ങാൻ കുറച്ച് പാടാടാ. എന്നെ എവിടെയും വിടരുന്ന നിധി ഇവളെ ചട്ടം കെട്ടിയിട്ടുണ്ടാവും. ആ സാധ്യതയുണ്ട്. സാധാരണ ഇവളും ചേച്ചിയുടെ കൂടെ അമ്പലത്തിൽ പോവാറുള്ളതാ. ചിലപ്പോഴേ ഏട്ടനെ വാച്ച് ചെയ്യാനായിരിക്കും. ഇനി എന്ത് ചെയ്യും? കൊച്ചപ്പനെ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടാലോ? അത് വേണ്ട, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ശരി. നിങ്ങൾ ഇന്ന് രഹസ്യം പറയാണോ? ഏയ് അല്ലല്ല, ഗെയിം പ്ലാനിങ് ആയിരുന്നു. 10 അടി നടക്കാൻ ഗെയിം പ്ലാനിങ്ങോ? വേഗം നടന്നു വാ. ക്ഷീണിച്ചു, തളർന്നു. എന്നെ കിടക്കണോ? വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം വേണം മോളെ. ആ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാവേ. മോളെ നല്ലോണം തിളപ്പിച്ച് ആറിച്ചെടുത്താ മതി. ആ ശരി. ചെല്ല്. ഓക്കെ. കാറെടുക്ക്, പോ വേഗം, പെട്ടെന്നോട്ടെ. പതുക്കെ കയറിക്കോ. എടുക്ക്. ഈ ഏട്ടന്മാരിത് എവിടെ പോയി? കാറും കാണുന്നില്ലല്ലോ. രണ്ടും കൂടെ മുങ്ങിയോ? അമ്മേ, അമ്മേ, എന്താ എന്തിനാടി ഇങ്ങനെ തൊള്ള കീറുന്നേ? അമ്മേ, വയ്യാതിരിക്കുന്ന ഗൗതമേണ്ണ കൊണ്ട് പ്രണവേട്ടൻ എവിടെ പോയി? അയ്യോ, റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. നിരചേച്ചി ഇല്ലാത്ത സമയം നോക്കി ഏട്ടൻ മുങ്ങിയതാ. ഞാനൊന്ന് വിളിക്കട്ടെ. അവൻ കട്ട് ചെയ്തു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അമ്മ ഇപ്പൊ തന്നെ നിധി ചേച്ചി വിളിക്കും. ചേച്ചിയെ കൊണ്ട് കണ്ണു പൊടുന്ന ചീത്ത വിളിപ്പിച്ചാലേ ഏട്ടൻ തിരിച്ചു വരൂ. ഏയ് അതൊന്നും വേണ്ട. അവൾ അമ്പലത്തിൽ പോയതല്ലേ, സ്വസ്ഥായിട്ട് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് പ്രണവിനെ ഒന്ന് വിളിച്ചു നോക്കാം. അതും കള്ളനാ, ഫോൺ വിളിച്ച് എടുക്കില്ല. അമ്മ കണ്ടോ? സർ, മേ ഐ കം ഇൻ? വരൂ, ഇരിക്കൂ. സർ, എന്റെ പേര് നിധി എന്നാണ്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ ഗൗതം ഗോപിനാഥിന്റെ ഭാര്യയാണ്. ഓ, എന്ത് സഹായമാണ് ഈ ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സർ, ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്. 2 വർഷം മുൻപ് എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരാള് ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ടിപ്പോൾ വന്നിരിക്കുകയാണ്. ഒരാൾ അങ്ങനെ കയറി വന്ന് അവകാശപ്പെട്ട നിങ്ങൾ ഭാര്യയാവോ? ഈ പറഞ്ഞിരിക്കുന്ന ആൾ വല്ല ഭ്രാന്തനുമായിരിക്കും. അത് ഞങ്ങൾക്കറിയാം, പക്ഷെ പ്രശ്നം സീരിയസാ. അയാൾ ഇപ്പോൾ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റും കൊണ്ട് എന്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുകയാണ്. 2 വർഷം മുൻപ് അയാൾ ഈ ഓഫീസിൽ വെച്ച് എന്നെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. സർ, ഇതൊന്ന് നോക്കൂ. സർ, ഈ സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ സഹായിക്കണം. 2 വർഷം മുമ്പ് ഞാനായിരുന്നില്ല ഇവിടുത്തെ സബ് രജിസ്ട്രാർ. ബേബി സാറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എങ്കിലും ഡേറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലേ സർ? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇങ്ങനൊരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഇവിടെ ഉണ്ടാവുമല്ലോ. അത്തരം ഡോക്യുമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് ഉറപ്പിക്കാലോ സർ? യെസ് യെസ്, അതേക്കുറിച്ചാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. പഴയ ഫയലുകൾ പരിശോധിക്കാൻ കുറച്ച് സമയം വേണം. നിങ്ങൾ ഈ ഫോട്ടോസ് എൻ്റെ മൊബൈലിലേക്ക് അയച്ചിട്ട് പൊക്കോളൂ. പരിശോധിച്ചിട്ട് ഞാൻ വിളിക്കാം. അയ്യോ സർ, എനിക്കൊരിത്തിരി അത്യാവശ്യമുണ്ട്.
എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ചിലർ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് വിശ്വസിച്ച് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റൂ. പഴയ ഫയലുകൾ തപ്പിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും കുട്ടി. സാർ വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കും. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സർ. സാറിന്റെ അനിയത്തിക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നതെങ്കിലോ സാർ സഹായിക്കില്ലേ? എത്ര നേരം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം സർ. ശരി രമേശ് സാർ, ഈ കുട്ടി ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കും. അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കണം. സെക്ഷൻ ക്ലാർക്കിന്റെ അടുത്തുനിന്ന് പഴയ ഫയലുകൾ എത്രയും പെട്ടെന്ന്. ശരി സാർ, വരും. വളരെ ഉപകാരം സർ. ഇറ്റ്സ് ഓക്കെ. ഫയൽ കിട്ടുമോ നോക്കട്ടെ. എന്നെ കൊണ്ടാവുന്ന എന്ത് ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. ശരി സർ. നിധി, ആ ചേച്ചി വീട്ടിലെത്തി കാണും. എങ്കിലും നീ ഏട്ടനെ പൊരിക്കും. സത്യം. എന്ത് ചെയ്യും? ഹലോ നിധി, നിന്റെ ക്ഷേത്ര ദർശനം കഴിഞ്ഞോ? ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ദർശനത്തിന് വേണ്ടി ഞാൻ നിൽക്കുവാ. അതേത് ദർശനം? ഞാൻ എഴുതി വെച്ച കത്ത് വായിച്ചില്ലേ? ഓ കത്ത്. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ തന്നെ നോക്ക് സർ. കണ്ടോ? കണ്ടു കണ്ടു കണ്ടു. എങ്കിൽ അതെടുത്തൊന്ന് വായിക്ക്.